പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ SCERT അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് ജിയോഗ്രഫി ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫി പാഠഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം, മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിലാണ്. അടുത്ത ചോദ്യം, ട്രാൻസ് ഹിമാലയത്തിന്റെ നീളം എത്രയാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ നീളം എത്രയാണ്? ഉത്തരം, ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 965 കിലോമീറ്റർ നീളമുണ്ട്. അടുത്ത ചോദ്യം, ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എത്രയാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എത്രയാണ്? ഉത്തരം, ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. അടുത്ത ചോദ്യം, ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ്? ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ്? ഉത്തരം, ഹിമാദ്രിയാണ്. അടുത്ത ചോദ്യം, ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ്? ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ്? ഉത്തരം, സിവാലിക്കാണ് ഔട്ടർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം, ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾ വിയോജക സീമ എന്നാണ് അറിയപ്പെടുന്നത്. വിയോജക സീമ എന്ന് അറിയപ്പെടുന്നു. ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം, സംയോജക സീമ. അടുത്ത ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലത്തെ 3ആയി തിരിക്കാം. അവ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. അവ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഉത്തരം, ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിങ്ങനെ 3ആയിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലത്തെ തിരിച്ചിട്ടുള്ളത്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരം ഏത് തീരപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരം ഏത് തീരപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, ഗുജറാത്ത് തീരസമതലത്തിലാണ് അലാങ് കടൽ തീരം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം. അടുത്ത ചോദ്യം, കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം, കോറമാൻഡൽ തീരം. അടുത്ത ചോദ്യം, ഏതൊക്കെ സമാന്തര പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയം? ഏതൊക്കെ സമാന്തര പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയം? ഉത്തരം, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെയുള്ള 3 സമാന്തര പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയം. ഇത്രയാണ് ഇന്നത്തെ ചോദ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.